കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മാറി വരികയാണ്. ഇടത് സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളെ പ്രശംസിച്ചതിൻ്റെ പേരിൽ ശശി തരൂർ എം പി CPM-ലേക്ക് കൂടുമാറുകയാണ്. CPM-ർക്ക് സംശയമില്ല, പക്ഷേ കോൺഗ്രസ്സുകാർക്ക് കടുത്ത സംശയമാണ്. ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറി വരെയായി ഉന്നത പദവികൾ വഹിച്ച ഒരു വിശ്വപൗരനാണ് ശശി തരൂർ MP. തരൂരിനെ വിശ്വപൗരൻ എന്ന് വിളിക്കാൻ കാരണവും ഈ ലോക നേതാക്കൾക്കിടയിലെ സ്വീകാര്യത തന്നെയാണ്. അതിനിപ്പോഴും ഒരു കുറവുമില്ല. അങ്ങനെയുള്ള ശശി തരൂർ 3 വട്ടമായി തിരുവനന്തപുരത്തിൻ്റെ MP-യാണ്. 3 വട്ടമായി കേന്ദ്രത്തിൽ ഭരിക്കുന്നതും BJP സർക്കാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് തരൂർ അന്ന് BJP-യിലേക്ക് പോയില്ല? ഈ അവസാന ടൈമിലും തുടക്കത്തിൽ BJP-യിലേക്ക് പോയില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ച് വിജയിച്ചു? താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന ഉത്തമ വിശ്വാസം തരൂരിനെങ്കിലും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആ വിജയം. തരൂരിനെ ഈ സംസ്ഥാന സർക്കാരിനെ ഒന്ന് പ്രശംസിച്ചതിന് ശശി തരൂരിനെ BJP-ക്കാർ വിമർശിച്ചെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. ഇത് സ്വന്തം കൂടപ്പുറപ്പുകളായ കോൺഗ്രസ്സുകാർ തന്നെയാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമൊക്കെ ആക്രമണം അഴിച്ചുവിട്ടത്. യുദ്ധന്മാരും കേസുകാരും ഒന്നും വെറുതെ ഇരുന്നില്ല. നരഭോജി എന്ന പോസ്റ്റർ പതിച്ചാണ് ഈ കേസുകാരന്മാർ തരൂരിനെ സ്വീകരിച്ചത്. അങ്ങനെ സഹികെട്ട ശശി തരൂർ ഒടുവിൽ VD സതീശിൻ്റെ ആക്രമണം കൂടിയായപ്പോൾ നേരെ ചെന്ന് അന്ത്യശാസ്ത്രം നൽകിയത് നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കുമാണ്. ശശി തരൂരിന് ക്ലാസ് എടുക്കാനാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി സോണിയുടെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് എല്ലാം കേട്ട ശേഷം തരൂരൊരു കാര്യം പറഞ്ഞു. ഇനിയും എനിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്നും നീക്കങ്ങൾ കടുപ്പിക്കുകയാണെങ്കിൽ തനിക്ക് നിലപാട് കടുപ്പിക്കേണ്ടി വരുമെന്നാണ് തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ ഏറ്റവും ഒടുവിലത്തെ വാണിംഗ്. എന്താണ് ആ വാണിംഗ്? ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ കേരളത്തിൽ മാറി മറിയാൻ പോകുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതുതന്നെയാണ്. ശശി തരൂർ ഏത് പാർട്ടിയിൽ പോയാലും തിരുവനന്തപുരത്തുകാർക്കും കേരളത്തിനും ജനസമ്മതം തന്നെയെന്ന് ഒരു സംശയവുമില്ല. വല്ലപ്പോഴും മണ്ഡലത്തിൽ വരുന്ന MP എന്ന് ആരോപണമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 2ാം തവണയും ഇതാ 3ാം തവണയും തരൂരിനെ എന്തിന് തിരുവനന്തപുരം നഗരക്കാർ ജയിപ്പിച്ചു വിട്ടു? തിരുവനന്തപുരം ജില്ല ജയിപ്പിച്ചു? അതാണ് ചോദ്യം. ഇത്തവണ 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഇനിയും കോൺഗ്രസ്സുകാർ തരൂരിനെതിരായ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ തരൂരിന് കോൺഗ്രസ് വിടുകയല്ലാതെ മറ്റു മാർഗമില്ല. ഉറപ്പായും തരൂർ ചെന്ന് ചേരുക കേന്ദ്ര BJP-യിലേക്ക് തന്നെയാകും. അങ്ങനെയാണെങ്കിൽ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ശശി തരൂർ സ്വാഭാവികമായും BJP-യിലേക്ക് പോകും. അപ്പോൾ ആരാകും തിരുവനന്തപുരത്ത് BJP-യുടെ സ്ഥാനാർത്ഥി? ശശി തരൂർ ആകില്ല. കാരണം UN വരെ ഉന്നത പദവികൾ വഹിച്ച ശശി തരൂരിനെ തേടി കേന്ദ്ര മന്ത്രിസഭയിലൊരു വിദേശകാര്യ വകുപ്പ് അല്ലെങ്കിൽ സുപ്രധാനമായ വകുപ്പ് അതും നീട്ടി BJP സർക്കാർ കാത്തിരിപ്പുണ്ട്. തരൂരിന് കഴിഞ്ഞ ടൈമിൽ തന്നെ BJP സർക്കാർ നൽകിയ ഓഫറാണത്. തരൂർ മാന്യമായി ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ കൂറുമാറ്റം സ്വീകരിച്ചില്ല, ആ ഓഫറും സ്വീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കടുക്കുകയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും നേതാക്കന്മാരും വരാൻ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമൊക്കെ തരൂരിനെ രൂക്ഷമായി വിമർശിക്കുന്നു, എതിർക്കുന്നു. ഒരു കത്ത് കൈ കിട്ടിയതിന് കുത്തിയിറക്കാമെന്ന പ്രതീതിയാണ് അവർ തരൂരിന് മുന്നിലെത്തുമ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടെടുക്കാതിരിക്കാൻ തരൂരിനുമാകുന്നില്ല. തരൂർ എന്തായാലും BJP-യിലേക്ക് കൂടുമാറുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 4ാം തവണത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ ആയിരിക്കില്ല. രാജീവ് ചന്ദ്രശേഖറാകും തിരുവനന്തപുരത്തെ അടുത്ത BJP-യുടെ സ്ഥാനാർത്ഥി. എന്തായാലും ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്ന് മാറിക്കൊടുത്താൽ വിജയം രാജീവ് ചന്ദ്രശേഖരന് സുനിശ്ചിതമാണ്. കാരണം ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ കോടികളുടെ കേന്ദ്ര പദ്ധതികൾ തിരുവനന്തപുരത്ത് വാഗ്ദാനം ചെയ്തതുപോലെ കൊണ്ടുവരുമായിരുന്നു എന്ന് വളരെ വ്യക്തമായൊരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖറും BJP നേതാക്കളും കൈക്കൊണ്ടത്. പല തെരഞ്ഞെടുപ്പ് വേദികളിലും പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിച്ച് വരരുത് എന്നതിനേക്കാൾ ഉപരി CPI-യുടെ സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന് കടുത്ത നിലപാടും കടുത്ത ആവശ്യവുമുണ്ടായിരുന്നു CPM-നും കോൺഗ്രസിനുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് നൽകാതെ ചില CPM പോക്കറ്റുകൾ കൂടിച്ചേർന്ന് ശശി തരൂരിന് വോട്ട് ചെയ്തതും ശശി തരൂരിന് വിജയം ഇത്തവണയും സുനിശ്ചിതമാക്കിയതും. അതിൻ്റെ അർത്ഥം രാജീവ് ചന്ദ്രശേഖരന് ഇനിയൊരു അംഗത്തിനും ബാല്യമുണ്ട് എന്ന് തന്നെയാണ്. ഇതുകൂടി ശ്രദ്ധിക്കണം. മാസങ്ങൾക്ക് മുമ്പ്
വ്യക്തമായി പറഞ്ഞാൽ 2 മാസം മുമ്പ് ബംഗളൂരുവിലെ കർണാടകയിലെ പ്രമുഖ വ്യവസായി കൂടിയായ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വെറുമൊരു പാർട്ടി പ്രവർത്തകനായി മാറിയിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. എന്തിനാണ്? താൻ ഇത്തവണ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ബംഗളൂരു സ്വന്തം വീടുള്ളൊരു BJP രാഷ്ട്രീയ പ്രവർത്തകൻ മുൻ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലമാക്കി മാറ്റുന്നത്? അടുത്ത ഒരു ടൈമിൽ കൂടി തിരുവനന്തപുരത്ത് മത്സരിച്ച് തൻ്റെ കഴിവ് തെളിയിക്കണം, വിജയിക്കണമെന്ന ആഗ്രഹം രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അത് ശശി തരൂർ BJPയിലേക്ക് മാറുകയാണെങ്കിൽ എന്തായാലും തരൂർ രാജീവിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് ഓഫർ വെച്ച് നീട്ടിയിട്ടുള്ള ശശി തരൂരിന് രാജ്യത്തെ ഏത് രാജ്യസഭാ സീറ്റിൽ നിന്നുകൊണ്ട് മത്സരിച്ച് രാജ്യസഭയിലെത്താം, കേന്ദ്രമന്ത്രിയാകാം. ശശി തരൂരിന് ഇപ്പോൾ രാജ്യത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണകൂടത്തിന്, രാജ്യത്തിൻ്റെ വിദേശ കാര്യാലയത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൻ്റെ പ്രമുഖ വക്താവായി ആവശ്യമുണ്ടെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറാൻ പോകുകയാണ്. ഇത് മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകർ സൂചന നൽകിക്കഴിഞ്ഞു, ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ 4ാം വട്ടവും മത്സരിക്കില്ല. പകരം തരൂരിന് വേണ്ടി ഇവിടെ മത്സരിക്കുക കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും. തരൂർ പോകുന്നത് BJPയിലേക്കാകും, അല്ലാതെ CPMയിലേക്ക് തരൂർ പോകില്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന CPMയിലേക്ക് തരൂർ പോകില്ലെന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.